യുവാക്കൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ റീസൺ 2-3 റീസൺ ഉണ്ട്. ഒന്ന്, ദേ ആർ അൺലൈക്ക് ഓൾഡൻ ഡേയ്സ്. നൗ പീപ്പിൾ ആർ അവെയർ ഓഫ് ദി ഓപ്പർച്യൂണിറ്റീസ് ഔട്ട്സൈഡ്. എന്തെല്ലാം ഓപ്പർച്യൂണിറ്റി പുറത്തുനിന്നുള്ളതിനെക്കുറിച്ച് വളരെ അവെയർ ആണല്ലോ, കാരണം സോഷ്യൽ മീഡിയയും ദേ ഹാവ് ആക്സസ് ടു എവറിത്തിങ്. 2, അവരുടെ ഒരു, ഞാൻ പറയാം, നമ്മളുടെ ഒരു പൊളിറ്റിക്കൽ ഡിസ്കഷൻസ്, നമ്മളുടെ ഒരു സോഷ്യൽ ഡിസ്കഷൻസ് ഇപ്പോൾ ഏത് ന്യൂസ് മീഡിയയിലും യങ്സ്റ്റേഴ്സ് ഹാവ് വെരി ലിറ്റിൽ ഇൻട്രസ്റ്റ് ഇൻ ഇറ്റ്. ദേ ഫൈൻഡ് ഇറ്റ് യൂസ്ലെസ്. ഒരു പാർട്ടി ലൈനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ട് നടത്തുന്ന ഡിബേറ്റുകളിലൊന്നും അതിൻ്റെയൊക്കെ നെറ്റായിട്ട് വരുന്ന കുറച്ചൊരു നെഗറ്റിവിസം ഉണ്ട്, ഒരു നെഗറ്റിവിറ്റി ഉണ്ട്. അതൊന്നും കുട്ടികൾക്കതൊരു ആൻഡ് ദേ കീപ്പ് അവേ ഫ്രം ദാറ്റ്. സോ ഇൻ മൈ വ്യൂ the only way and the right way to address this unhealthy migration, ഇതിനെ അഡ്രസ്സ് ചെയ്യാനായിട്ടുള്ള ഏറ്റവും നല്ലത് സക്സസ്ഫുൾ ആയിട്ടുള്ള പ്രോഫിറ്റബിൾ ആയിട്ടുള്ള വെൽ പേയിങ് ജോബുള്ള എൻ്റർപ്രൈസസ് കേരളത്തിൽ വേണം. നമ്മളുടെ മോട്ടോ ആ മൈൻഡ് സെറ്റ് ഒന്ന് ചേഞ്ച് ചെയ്യണം. വി മസ്റ്റ് ഹാവ് മോർ പ്രോഫിറ്റബിൾ എൻ്റർപ്രൈസസ് ആൻഡ് വെൽ പേയിങ് എൻ്റർപ്രൈസസ്. അതിൽ നിന്നാണ് മീനിങ് ഫുൾ ടാക്സ് വരിക. ഒരു നോൺ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള കമ്പനിയിൽ എംപ്ലോയ് ചെയ്തിരിക്കുന്ന ആളുകളുടെ നിന്ന് ടാക്സ് മേടിക്കുന്നതിൽ ദാറ്റ്സ് എൻ അൺഹെൽത്തി ടാക്സേഷൻ. ആൻഡ് വൈസ് വേഴ്സ ഓൾസോ. ഒരു പ്രോഫിറ്റബിൾ കമ്പനി നോട്ട് പേയിങ് വെൽ ഈസ് ഓൾസോ എൻ അൺഹെൽത്തി വൺ. സോ വി നീഡ് മോർ പ്രോഫിറ്റബിൾ കമ്പനീസ് ആൻഡ് എവറിബഡി ഷുഡ് ബി applauding profitable companies and supporting profitable companies because they are the only one contributing and well-paying jobs. ഇതുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾ ദേ വിൽ ആക്ച്വലി സ്പെൻഡ് ടൈം. സോ ഒരു ടാർഗറ്റ് നമ്മളുടെ കേരളത്തിൽ വന്നപ്പോൾ, ഒരു IT സെമിനാറിൽ വന്നപ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത 2 കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തു ആസ് എ ടാർഗറ്റ് ഫോർ അവർ സ്റ്റേറ്റ്. ഒന്ന്, ബൈ 2030 എവറി സർവീസ് ടു ദ സിറ്റിസൻസിന് കൊടുക്കുന്ന എല്ലാ സർവീസും ഡിജിറ്റലാക്കുക. യു ഡോണ്ട് ഹാവ് ടു ബി വെയിറ്റിംഗ് ഓൺ എനി ക്യൂസ്. യു ഡോണ്ട് ഹാവ് ടു ഗോ ടു എനി ഓഫീസ്, ഒരു ഓഫീസിലും പോവാതെ. 2, 1/3 of the best brains from Kerala, 1/3 of the people should be employed in Kerala. They should work from Kerala. If they don't, we must say that we failed. We must, നമ്മളത് ആ ഒരു മെട്രിക് ഫോളോ ചെയ്യണം. ആളുകളെ പുറത്തു പോകുന്നതിന് തടസ്സമൊന്നും പെടുത്താൻ പറ്റില്ല, കാരണം അത് അവരുടെ ഫ്യൂച്ചറാണ്. അവരുടെ തന്നെ ഡിസിഷൻ ആയിരിക്കണം. ഐ മസ്റ്റ് വർക്ക്, ഐ ക്യാൻ ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി. കുട്ടികൾ പുറത്തു പോകുന്നതിൻ്റെ റീസൺ ദേ ഡോണ്ട് ഫീൽ എ ഫ്യൂച്ചർ ഹിയർ എന്നുള്ളതാണ്. അത് നമുക്ക് വളരെ ദുഃഖമുള്ള ഒരു തോന്നലുണ്ടാക്കുന്നതാണ്. അത് അങ്ങനെ ആവരുത് സംഗതി. അതിന് നമുക്ക് ചെയ്യേണ്ടത്, അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളതാണ്, ഗവൺമെൻറ്റിൻ്റെ പ്രധാനമായിട്ടുള്ള ഉത്തരവാദിത്വം എൻ്റെ നോട്ടത്തിൽ കേരളത്തിന് പ്രത്യേകിച്ച് നോക്കുമ്പോൾ കേരളത്തെ ഒരു ഫൈനസ്റ്റ് പ്ലേസ് ടു ലിവ് ആൻഡ് വർക്ക് ആക്കിയാൽ മതി. ജീവിക്കാനും ജോലി ചെയ്യാനും ഏറ്റവും നല്ല സ്ഥലം, ഏറ്റവും നല്ല ഒരു സ്ഥലം എന്നാക്കുക. അതിന് 3 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഒന്ന്, ഒരു ശുചിത്വ കേരളം, ക്ലീൻ കേരളം എന്നുവെച്ചാൽ വേസ്റ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് ക്ലീൻ വാട്ടറും ക്ലീൻ സ്ട്രീംസും ക്ലീൻ ബാക്ക് വാട്ടേഴ്സും റിവേഴ്സുമുള്ള ഒരു ക്ലീൻ എൻവയോൺമെൻ്റുള്ള കേരളം. 2, സേഫ് കേരള, മീനിങ് സേഫ് ടു ട്രാവൽ റോഡ്സ്, സേഫ് ടു ഡ്രിങ്ക് വാട്ടർ, സേഫ് ടു ഈറ്റ് ഫുഡ്, സേഫ്റ്റി ഫ്രം ഡിസാസ്റ്റേഴ്സ്. എല്ലാ വർഷവും മഴ പെയ്ത സെയിം സ്റ്റോറി. സോ we should be able to, and government's focus should be. And 3rd one, digitally enabled Kerala. എല്ലാ കേരളീയർക്കും വീട്ടിലിരിക്കുന്ന അതിൻ്റെ ഡിപ്സ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80 വയസ്സായുള്ള മുത്തശ്ശിക്ക് ഇൻ്റർനെറ്റിൽ അല്ലെങ്കിൽ ഒരു ആപ്ലിക്കേഷനിൽ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളെ പുറത്ത് കാണാൻ കഴിയുന്ന തരത്തിലുള്ള ഡിജിറ്റൽ ഇൻഫ്രാസ്ട്രക്ചർ, ആ ഡിജിറ്റൽ റെഡിനെസ്, ഇത് 3 ചെയ്താൽ we are enterprising enough, we will build the future of Kerala. കേരളത്തിലെ ജനങ്ങൾ, the future of our place is the enterprising people, citizens. അതാണ് ചെയ്യേണ്ടത്.